ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷങ്ങൾ ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസേഴ്സായ കുറെ അക്കൗണ്ടുകൾ കഴിഞ്ഞ ദിവസം മുതൽ ബ്ലോക്ക് ലിസ്റ്റിൽ വീണിട്ടുണ്ട്. പഷ്മിന ഷാക്കീർ, വയനാടൻ ബ്ലോഗർ, മല്ലു ഫാമിലി, സുജിൻ തുടങ്ങിയവരുടെ ഇൻസ്റ്റാ അക്കൗണ്ടുകളാണ് കഴിഞ്ഞ ദിവസം മുതൽ പൂട്ടിപ്പോയത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന അതീവ ഗുരുതരമായ പല കുറ്റകൃത്യങ്ങളിലും വലിയൊരു പങ്ക് വഹിക്കുന്നത് രാസലഹരി പോലെയുള്ള ലഹരി വസ്തുക്കളാണ്. അതേപോലെ തന്നെയാണ് കുട്ടികൾ, കൗമാരക്കാർ മുതൽ മധ്യവയസ്കരെയും സ്ത്രീകളെയും ഒക്കെ സ്വാധീനിച്ചിരിക്കുന്ന ഗാംബ്ലിംഗ്, ബെറ്റിംഗ്, ഗെയിമിംഗ് മുതലായ തട്ടിപ്പ് ആപ്പുകളും. ഇത്തരം ആളെ പറ്റിക്കുന്ന തരികിട ആപ്പുകളെ ലക്ഷങ്ങൾ പരസ്യത്തുകയായി കൈപ്പറ്റിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലെ തങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് എന്നല്ല പറയേണ്ടത്, ദുരുപയോഗം നടത്തിക്കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നവരെ കേരള പോലീസ് സൈബർ സെൽ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സൈബർ സെല്ലിന്റെ ഇടപെടൽ മൂലം ഇവരുടെ ഐഡികൾ മെറ്റ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. വളരെ വിശ്വസിക്കാവുന്ന ആപ്പുകളാണെന്ന് പറഞ്ഞാണ് പലരും ഇത്തരം തട്ടിപ്പുകാർക്ക് പ്രൊമോഷൻ കൊടുത്തിരുന്നത്. നല്ല രീതിയിലുള്ള വരുമാനവും ഈ കമ്പനികൾ ഇവർക്ക് നൽകിയിരുന്നു. പല വമ്പൻ ഇൻഫ്ലുവൻസർമാരും ഇതേ രീതിയിൽ വ്യാജ ആപ്പുകളുടെ പരസ്യം ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ അക്കൗണ്ട് പൂട്ടും എന്ന ഭീതി കൊണ്ട് അവരൊക്കെ പല വീഡിയോകളും നീക്കം ചെയ്തിട്ടുമുണ്ട്. യൂട്യൂബിൽ ഇട്ടാൽ ഉടനെ സ്ട്രൈക്ക് കിട്ടുന്നത് കൊണ്ട് ഇൻസ്റ്റ വഴിയായിരുന്നു ഇവരുടെ ഇടപാടുകളെല്ലാം. ഓരോ ആപ്പ് പ്രൊമോഷനും 10 ലക്ഷം രൂപ വരെ കിട്ടുമായിരുന്നു എന്നും പറയുന്നുണ്ട്. കൂടാതെ തങ്ങളുടെ വീട് വെച്ചതും വീട്ടുകാരുടെ കല്യാണം നടത്തിയതുമെല്ലാം ഗെയിം കളിച്ചാണെന്ന് ഫോളോവേഴ്സിനെ പറഞ്ഞു പറ്റിക്കലായിരുന്നു ഇവരിൽ പലരുടെയും പണി. പെട്ടെന്ന് പണം സമ്പാദിക്കാമെന്ന് കരുതി 10,000 മുതൽ കോടികൾ വരെ നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത സ്കൂൾ വിദ്യാർത്ഥികളും യുവാക്കളും വീട്ടമ്മമാരും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഒരുപാടുണ്ട്. കടം കയറി നശിച്ചവർ അതിന്റെ 100 ഇരട്ടിയാണ്. ഇവരുടെ വീഡിയോയിൽ കയറി വരുന്ന പരസ്യം കാരണമല്ല ഈ കേസൊക്കെ എടുത്തത്. അവർ പറയുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യവാചകത്തിനാണ് കേസെടുത്തത്. റമ്മി കളിച്ചും ഗെയിം കളിച്ചും ലക്ഷങ്ങൾ നേടി എന്ന് പറയുന്ന ഇവരുടെ പരസ്യവാചകം ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. ഒരുപാട് റീച്ചുള്ള ഈ ഐഡികൾ ഇനിയും പല പേരിലും പൊട്ടിമുളച്ചു വരും. ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇനിയും റിക്വസ്റ്റുകൾ വരും. തങ്ങളുടെ സ്വകാര്യ സാമ്പത്തിക ലാഭത്തിനായി ഒരു തലമുറയെ തന്നെ വഴിതെറ്റിക്കുന്ന ഇത്തരം ആളുകളെ പരമാവധി അകറ്റി നിർത്താൻ തന്നെ ശ്രദ്ധിക്കുക.